ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളപ്പൊക്കവും മഴയും കാരണം നമ്മളിൽ പലർക്കും പല നാശനഷ്ടങ്ങളും സംഭവിച്ചു. പ്രത്യേകിച്ച് കടകളിൽ വെള്ളം കയറി, വാഹനങ്ങളിൽ വെള്ളം കയറി. ഇപ്പോഴും പലരുടെയും വണ്ടികൾ വെള്ളത്തിൽ തന്നെയാണ്. പലരും വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് റിപ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള പല വീഡിയോസും കണ്ടു. എന്നാൽ ഷാർജയിൽ എങ്ങനെയാണ് പോലീസ് റിപ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതുവരെ എനിക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ വണ്ടിയും ഇതേപോലെ തന്നെ ഫ്ലഡിൽ ഇപ്പോഴും വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരോടും പല എൻക്വയറീസ് നടത്തി. എന്നാൽ ആർക്കും ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് തരാൻ കഴിഞ്ഞില്ല. എന്നാൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു, പല രീതിയിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ ആഗ്രഹിച്ചു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഷാർജ പോലീസിൻ്റെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് പോലീസ് റിപ്പോർട്ടിന് അപ്ലൈ ചെയ്യേണ്ടതെന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പ്രവാസികളിൽ പലരും ഇപ്പോഴും ഇതറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനും ഇതുപോലെ തന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്നറിയാതെ പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഡയറക്റ്റ് പോയി ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാം. ഷാർജ പോലീസിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഹോം സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് നമ്മൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും സർവീസസ് സെലക്ട് ചെയ്യുക. സർവീസസിൽ പോലീസിംഗ് സർവീസസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ജനറൽ സർവീസ്, പോലീസ് സർവീസ്. ഇതിൽ പോലീസിംഗ് സർവീസിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ തന്നെ നമുക്ക് ടു ഹും ഇറ്റ് മേ കൺസേൺ എന്ന ഓപ്ഷൻ കിട്ടുന്നതാണ്. അതിൽ ആക്സസ് സർവീസ് കൊടുക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. 2 കാറ്റഗറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് ക്രിമിനൽ, അടുത്തത് പീനൽ ആൻഡ് കറക്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. ഇതിൽ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിമിനൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെയുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കാറ്റഗറി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റിക്വസ്റ്റ് ഫോർ സെൽഫ് ആണോ അതേഴ്സ് ആണോ, നമുക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഡിസ്ട്രക്ഷൻ എന്ന ഓപ്ഷനിലേക്ക് പോവുക. പിന്നെ നമുക്ക് യൂസർ ടൈപ്പ്, നമ്മളുടെ ഏത് ടൈപ്പാണ്, റെസിഡൻ്റ് ആണോ, ടൂറിസ്റ്റ് ആണോ, സിറ്റിസൺ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എമിറേറ്റ്സ് ഐ ഡിയും ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസും കൂടെ അടിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ എമിറേറ്റ്സ് ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നമുക്ക് ഈ ഏത് മൊബൈൽ നമ്പറാണോ നമ്മുടെ കയ്യിലുള്ളത് ആ മൊബൈൽ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഒരു OTP ലഭിക്കും. അത് നമുക്കിവിടെ അത്യാവശ്യമാണ്. അതിനുശേഷം നമ്മൾ ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് OTP വരും. അപ്പോൾ ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. ആ OTP നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം അത് വെരിഫൈ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്ട്രക്ഷൻ ടൈപ്പ് വീണ്ടും നമ്മൾക്ക് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് വെഹിക്കിള് നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ ലൊക്കേഷനാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മളുടെ കാർ എവിടെയാണോ കിടക്കുന്നത് ആ ലൊക്കേഷൻ നമ്മൾ അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഷാർജ സിറ്റി സെൻറ്ററാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കേസ് നമ്പർ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഡേറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ആഡ് ചെയ്യുക. എന്നാണ് ഇൻസിഡൻറ്റ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെസ്പോൺസിബിൾ പോലീസ് സ്റ്റേഷൻ, നമ്മുടെ ഷാർജയിലാണ് സംഭവം നടന്നിരിക്കുന്നതെങ്കിൽ ഷാർജ പോലീസ് സ്റ്റേഷൻ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും റിക്വസ്റ്റിംഗ് അതോറിറ്റി, അത് ടു ഹും ഇറ്റ് മേ കൺസേൺ എന്നത് എടുക്കുക. അതിനുശേഷം അറ്റാച്ച്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ അറ്റാച്ച്മെൻറ്റിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് JPEG PDF ഫയൽസ് എല്ലാം അക്സെപ്റ്റഡ് ആണ്, പക്ഷേ നോ മോർ ദാൻ 5 MB. അതുപോലെ തന്നെ നമുക്ക് ഈ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ
ഒറ്റ ഫയൽ മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ കാറിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആദ്യം നിങ്ങളൊരു PDF ഫയലാക്കുക. അതായത് കാറിൻ്റെ ഫോട്ടോ, നമ്പർ പ്ലേറ്റ് ഉൾപ്പെടുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ ഇൻസിഡൻറ്റ് നടന്ന ആ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള നിങ്ങളുടെ കാറിൻ്റെ ഫോട്ടോസ് ഉള്ളത്, പ്ലസ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പി, പിന്നെ നിങ്ങളുടെ മുൽക്കിയുടെ കോപ്പി, ഇതെല്ലാം അങ്ങനെയുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഫയലാക്കി 5 MB താഴെ ആയിരിക്കണം ആ ഫയൽ. ഒരു ഫയലാക്കിയിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒറ്റ ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്താൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ഇൻ കേസ് നിങ്ങളുടെ കാറ് നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ കമ്പനി കാറാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിക്ക് പകരം നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് കോപ്പി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ട്രേഡ് ലൈസൻസ്, മുൽക്കിയ, അതേപോലെ ഇൻഷുറൻസ് കോപ്പി, അതൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഓപ്ഷനിലാണ്. നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടുന്നതാണ്. ആ റെഫറൻസ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കാരണം നിങ്ങൾക്കിത് ട്രാക്ക് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്പെടും. അതിനുശേഷം നമുക്കൊരു മെയിൽ വരും. നോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു മെയിൽ വരുന്നത്. ആദ്യം അതിൽ ഫസ്റ്റ് മെയിലിൽ നമ്മളുടെ റെഫറൻസ് നമ്പർ, നമ്മളുടെ ഡീറ്റെയിൽസ്, സർവീസ് നെയിം അതൊക്കെ വന്നിട്ട് റിക്വസ്റ്റ് സ്റ്റാറ്റസും അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് മെയിൽ വരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു മെയിൽ വരും. നമുക്ക് ഷാർജ പോലീസിൻ്റെ ഒരു മെയിൽ വരും. അതിൽ മെയിനായിട്ട് നമ്മുടെ റെഫറൻസ് നമ്പറാണുള്ളത്, നമ്മളുടെ സർവീസ് നെയിം, ടു ഹും ഇറ്റ് മേ കൺസേൺ, അതേപോലെ തന്നെ നമ്മുടെ റെഫറൻസ് നമ്പറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ഇമെയിൽ വരും. ഈ സെക്കൻഡ് മെയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സെക്കൻഡ് മെയിലിലാണ് നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. അവിടെ ക്ലിക്ക് ഹിയർ ടു കംപ്ലീറ്റ് പേയ്മെൻറ്റ് പ്രോസസ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് അടിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 100 ദിർഹമാണ് പേയ്മെൻറ്റ്. പലരും ഫസ്റ്റ് മെയിൽ വരുമ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ അടുത്ത മെയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മെയിൽ കിട്ടുന്നതാണ്. ചില സമയങ്ങളിൽ 1 hour 2 hour ഒക്കെ എടുത്തിട്ടാണ് ഈ മെയിൽ വരുന്നത്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു കംപ്ലീറ്റ് പേയ്മെൻറ്റ് പ്രോസസ്സ് എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് പേജിലേക്കാണ്. അവിടെ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കാർഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ ഒരു ഇമെയിൽ വരും. അതിനുശേഷം നമുക്ക് റിപ്പോർട്ടും ഈ മെയിലിൽ തന്നെ അവർ അയച്ചു തരുന്നതാണ്. അത് ഇംഗ്ലീഷിലും അറബിക്കിലുമാണ് നമുക്ക് മെയിൽ അയച്ചു തരുന്നത്. നമുക്ക് അതിൻ്റെ മെയിൽ വരുന്നത് ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ പ്രോസസ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആകും. ചില സമയത്ത് നമുക്ക് സെക്കൻഡ് മെയിൽ, അതായത് പേയ്മെൻറ്റിനുള്ള മെയിൽ വരാൻ കുറച്ച് ഡിലേ ആകാറുണ്ട്. എന്നാൽ അതിനുശേഷം ബാക്കി എല്ലാ പ്രൊസീജിയറും വളരെ ഈസിയാണ്. പലയിടത്തുനിന്നും ഞാൻ അറിഞ്ഞത് ഒത്തിരി ഡിലേ ആവുന്നുണ്ടെന്നാണ്. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി. എനിക്ക് പോലീസ് റിപ്പോർട്ട് ഇമെയിലായിട്ട് തന്നെ ലഭിച്ചു. ഇംഗ്ലീഷിലും അറബിക്കിലും അവർ അയച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളറിയാത്ത പലരും ഇതേ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പലരോടും ചോദിച്ചിട്ടും മറുപടി കിട്ടാത്ത ഒരു ഇൻഫർമേഷനാണിത്. ഇന്ന് 3 ദിവസമായി ഇവിടെ ഫ്ലഡായിട്ട് ഫസ്റ്റ് ഡേയിൽ വണ്ടി വെള്ളത്തിലായ പലരും ഇന്നും ഇത് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ 3 ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ മാക്സിമം ഇപ്പം ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ പോലും മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനും ഇന്നാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ കാറും ഇതേപോലെ തന്നെ ഷാർജയിൽ വെള്ളത്തിൽ പെട്ട് കിടക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. പലരോടും ഞങ്ങൾ അഭിപ്രായങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. പലയിടത്തുനിന്നും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. എന്നാൽ പൂർണ്ണമായിട്ടൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഇന്നത് ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.